നമസ്കാരം. ഞാൻ മൊയ്തീൻ ഷാ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗിൻ്റെ പ്രസിഡൻ്റാണ്. ബഹുമാനിയെ, നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെയും എൻ്റെ ഗ്രൂപ്പിൻ്റെയും അഭിനന്ദനങ്ങളും ആശംസകളും. നമ്മുടെ പ്രിയങ്കരനായ സിനിമാ നടൻ മോഹൻലാൽജി അദ്ദേഹത്തെ പനി ബാധിതനായിട്ടും ശ്വാസതടസ്സമായിട്ടും അമൃത ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും അതിനുശേഷം കുറച്ച് ദിവസത്തേക്ക് പൂർണ്ണ വിശ്രമം എടുക്കാൻ പറഞ്ഞ് വീട്ടിലേക്ക് പോയിരിക്കുന്നതായിട്ട് അറിയുക. അദ്ദേഹത്തിന് അസുഖം എത്രയും പെട്ടെന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. മറ്റൊന്ന്, സുപ്രസിദ്ധ സംഗീത സംവിധായകൻ ജോൺസൺ മാഷിൻ്റെ 13ാമത് ചരമവാർഷിക ദിനമാണ്. അദ്ദേഹത്തിന് ആത്മാവിനും നിത്യശാന്തിയായിരുന്നു. ഇന്നലെ പറഞ്ഞതുപോലെ നമ്മൾ ഇന്നത്തെ വിഷയം, ഇസ്ലാമിൽ 2 പദങ്ങളുണ്ട്. ഒന്ന് ഹക്കും ബാത്തിലും. ഹക്ക് നല്ല കാര്യങ്ങൾ, ബാത്തിൽ വെച്ചാൽ ചീത്തയ കാര്യങ്ങൾ, അല്ലെങ്കിൽ അനുവദനീയമായതും അനുവദനീയമല്ലാത്തതും, തെറ്റായതും ശരിയായതും, നാം അനുഷ്ഠിക്കേണ്ടതും അനുഷ്ഠിക്കാൻ പാടില്ലാത്തതും, അങ്ങനെ വിവിധ അർത്ഥങ്ങളുള്ള 2 പദങ്ങളാണ്. ഇസ്ലാം മതത്തെക്കുറിച്ച് പറയുമ്പോൾ 2000 ആണ്ട് വരെയും ലോകത്ത് ഈ മതം തെറ്റിദ്ധരിക്കപ്പെടുകയോ അല്ലെങ്കിൽ തെറ്റിദ്ധരിക്കപ്പെടുത്തുകയോ ചെയ്ത മതമായിരുന്നു. പക്ഷെ 2000 ശേഷം ഇസ്ലാമോഫോബിയയുടെ ശക്തി കൂടിയതിൻ്റെ ഫലമായിട്ട് ഇപ്പോൾ ഈ മതം ലോകത്ത് തെറ്റിദ്ധരിക്കപ്പെടുത്തുന്ന ഒരു മതമായി മാറിയിരിക്കുകയാണ്. അതിന് 100 ഉദാഹരണങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഈ വിഷയം ലൈവിലൊന്ന് പറയാൻ കാരണം, ഈ മതത്തെ തേജോധം ചെയ്യുന്ന ചില മുസ്ലിം നാമധാരികളായ ടീച്ചർമാരും മാഷുമാരും ചില യുക്തിവാദികളും ചില നിരീശ്വരവാദികളും മുസ്ലിം നാമധാരികളല്ലാത്ത ചില ദുഷ്ടശക്തികളും ഈ മതത്തെക്കുറിച്ച് അത്ര കണ്ട് മോശമായിട്ട് ചിത്രീകരിക്കും. അത് സുഡാപ്പി അല്ലെങ്കിൽ മുസ്ലിം തീവ്രവാദികൾ എന്ന് പേരിട്ട് വിളിക്കുന്ന ഒരു വിഭാഗം ജനതയെ കുറ്റപ്പെടുത്താനോ ഒതുക്കാനോ വേണ്ടിയാണ് ചെയ്യുന്നത്. താത്വികമായിട്ട് പറഞ്ഞാൽ മത വ്യത്യാസമല്ല, പക്ഷേ അതിൻ്റെ ഫലത്തിൽ കിട്ടുന്നത് മതത്തെക്കുറിച്ച് തന്നെയാണ്. ഇത് പറഞ്ഞപ്പോൾ എന്നോട് നാളൊരു സഹോദരൻ ചോദിച്ചു, എൻ്റെ പൊന്നിഷ, നിങ്ങൾ പറയുന്ന കൊട്ടിഘോഷിക്കുന്ന ലോക നിയന്ത്രാവ് അള്ളാഹു പണം മുടക്കി പള്ളി പണിയുന്നവർക്കല്ലേ സ്വർഗം കൊടുക്കുന്നത് എന്ന് പറഞ്ഞു. പ്രഥമ ദൃഷ്ടി നോക്കിയാൽ അതിലൊരു ന്യായം കാണാം. പക്ഷെ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും സാമാന്യ ബുദ്ധിക്ക് മാത്രമല്ല, അത് അമാനുഷിക ചിന്ത കൂടി ഉള്ളതാണ്. അതേ അള്ളാഹു പറയുന്നതറിയോ, പണമുണ്ടെങ്കിൽ നിങ്ങൾ പള്ളി പണിത് കൊടുക്കൂ, നിങ്ങൾക്ക് സ്വർഗം ഞാൻ തരാം. അതേ സ്ഥാനത്ത് അതേ അള്ളാഹു പറയുന്ന ഭാഷ ശ്രദ്ധിക്കണം, അപ്പം തെറ്റിദ്ധാരണ മാറും. നിങ്ങൾക്ക് പണമില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ പേരിൽ 10 ദിക്ർ ചെല്ലൂ, നബിയുടെ പേരിൽ 10 സലാത്ത് ചെല്ലൂ, അല്ലെങ്കിൽ നല്ല കാര്യങ്ങൾ ചെയ്യൂ, പ്രവർത്തിക്കൂ, നല്ല കാര്യങ്ങൾ ചിന്തിക്കൂ, ആരെയും ഊർജ്ജം ചെയ്യാതിരിക്കൂ. ഉപകാരം ചെയ്തെങ്കിൽ നിങ്ങൾ മറ്റാരെയും ഊർജിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അത് തന്നെ വലിയ സൽക്കർമ്മമാണ്. സൽക്കർമ്മം ഇബാദത്താണ്. നിങ്ങൾക്കും സ്വർഗത്തിന് അവകാശമാണ്. അപ്പോൾ ആ തെറ്റിദ്ധാരണ അറിയില്ലേ? ഇനി പ്രവാചകനെ കുറിച്ച് പറയുമ്പോൾ 7-ാം വയസ്സിൽ കല്യാണം കഴിച്ച സ്ത്രീ, പിന്നെ 1-ലധികം ഭാര്യമാരുള്ള സ്ത്രീ എന്നൊക്കെ ഉള്ളതാണ്. അതും ശാസ്ത്രീയമായി ചിന്തിച്ചാൽ അതിലൊന്നും ഒരു അപാകതയില്ലെന്നേ. കാരണം ഈ ലോകത്ത് ടാക്സ്, നികുതി, അത് നിർബന്ധ ടാക്സ്, ഇൻകം ടാക്സ് ഇന്ത്യയിൽ നിർബന്ധമാണ്. അതുപോലെ ടാക്സാണ് ഖുർആനിലുള്ളത് സക്കാത്ത് എന്നുള്ളത്, അത് നിർബന്ധമാണ്. സദക്ക അൽ ധർമ്മം, അത് നിർബന്ധമില്ല, കൊടുത്താൽ കൂലി കിട്ടും, ഇല്ലെന്നുള്ളത്. അത് ഈ ലോകത്ത് വന്നിട്ട് ഏതാണ്ട് ഞങ്ങളുടെ അറിവ് ശരിയാണെങ്കിൽ 100-200 വർഷമായിട്ടുള്ളൂ. അതേ സ്ഥാനത്ത് 1400 വർഷം മുമ്പ് പ്രവാചകൻ പറഞ്ഞു, നിങ്ങളുടെ സമ്പത്തിന് 2.5% നിങ്ങൾ നിർബന്ധമായി ടാക്സ് കൊടുക്കണം, നികുതി കൊടുക്കണം. അതാർക്ക്? ചില അർഹതപ്പെട്ടവർക്ക്.
സമൂഹത്തിൽ ഏറ്റവും താഴെ കിടക്കുന്ന കുറേ 6-7 വിഭാഗക്കാർക്ക്. അപ്പോൾ അദ്ദേഹം ഒരു പരിഷ്കർത്താവല്ലേ? ഒരു വിയർക്കുന്നവന് അധ്വാനിക്കുന്നവന് വിയർപ്പ് കണങ്ങൾ പറ്റുന്നതിന് മുമ്പ് പ്രതിഫലം കൊടുക്കണം എന്ന് പറഞ്ഞ ഒരു തത്വസംഹിതയില്ലേ? ഞാൻ പിന്നെ രാഷ്ട്രീയ ജനതാദളിൻ്റെ ഇന്ത്യയിലെ പ്രഥമ പ്രസിഡൻ്റായിരിക്കുമ്പോൾ അദ്വൈതാശ്രമത്തിൽ ആലുവയിൽ ഒരു യോഗം വെച്ചു, സർവമത സമ്മേളനം. അന്ന് എന്നെയും ക്ഷണിച്ചിരുന്നു. അപ്പോൾ ആ കാലത്ത് പലരും ഞങ്ങളോട് ചോദിക്കാറുണ്ട്, ആ മുസ്ലിങ്ങളിൽ, കാരണം നിങ്ങൾ എന്താണ് ഒരു സാമൂഹ്യ പരിഷ്കർത്താവില്ലാത്തത്? ഇവിടെ ഞങ്ങൾ ഗുരുദേവനുണ്ട്, അയ്യങ്കാളിയുണ്ട്, മന്നത്ത് പത്മാവജിയുണ്ട്, അങ്ങനെ 100 ആൾക്കാർ സാമൂഹ്യ പരിഷ്കർത്താക്കളുണ്ട്. നിങ്ങൾക്ക് എന്ത് ആരും പറയപ്പെടുന്ന ആളില്ലാത്തത്? ചോദ്യം ന്യായമാണ്. പക്ഷെ അവിടെ എന്താണ്? എന്തിനാണ് സാമൂഹ്യ പരിഷ്കർത്താവ്? അതമ്പതിച്ച അല്ലെങ്കിൽ അപരിഷ്കൃതമായി ജീവിക്കുന്ന സാധാരണ ജനങ്ങൾ കഷ്ടപ്പെടുത്ത ചില നിയമങ്ങളുള്ളവർക്കാണ് അതിൽ പരിഷ്കരണത്തിന് വേണ്ടി പരിഷ്കർത്താവ് വരേണ്ടത്. ഇസ്ലാമിന് ആവശ്യമില്ല. പ്രവാചകൻ തന്നെ ഏറ്റവും വലിയ സാമൂഹ്യ പരിഷ്കർത്താവാണ്. ആ സാമൂഹ്യ പരിഷ്കർത്താവാണ് പറയുന്നത്, അധ്വാനിക്കുന്നവന് വിയർപ്പ് കണങ്ങൾ വറ്റുന്നതിന് മുമ്പ് പ്രതിഫലം കൊടുക്കണം. ഇന്ന് സഖാക്കൾ പറയുമ്പോൾ പാടത്ത് പണി വരമ്പത്ത് കൂലി എന്ന് പറയുമ്പോൾ, സഖാക്കൾ പിന്നെ കമ്മ്യൂണിസ്റ്റുകാർ പറയുന്നു അധ്വാനിക്കുന്ന പ്രതിഫലം കൊടുക്കുമെന്ന് പറഞ്ഞിട്ടുള്ളൂ, കൂലി കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളൂ. അത് നാളെയാകും മറ്റന്നാളെ ഒരു കൊല്ലം കഴിച്ചാക്കാം. പക്ഷേ വിയർപ്പുകൾ പറ്റുന്ന മുമ്പ് കൂലി കൊടുക്കാൻ ഒരു കാൾ മാർക്സും അല്ലെങ്കിൽ ലെനിനോ സ്റ്റാലിനോ ആരും പറഞ്ഞിട്ടില്ല, ഒന്നും പറഞ്ഞിട്ടില്ല. 1400 വർഷം പ്രവാചകൻ പറഞ്ഞപ്പോൾ അത് പരിഷ്കർത്താവ്. അപ്പോൾ പിന്നെ അവർ പരിഷ്കർത്താവിൻ്റെ ആവശ്യമില്ലെന്ന് മനസ്സിലായി ജനങ്ങൾ മതി. ഈ വിഷയം ഞാനൊന്നും ഉന്നയിച്ചു, വേറെ ഒന്നും പറഞ്ഞില്ല. കാരണം എന്നേക്കാൾ പ്രഗത്ഭന്മാരെ പലരും ഉള്ളപ്പോൾ വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. മറ്റത് ഞാൻ ഇടുക്കിയിൽ ഒരു പരിപാടിക്കൊന്ന് താമസിച്ചപ്പോൾ അവിടെ പള്ളിയിൽ പോയി മകരിബിന്. അപ്പോൾ അവിടെ മതപ്രസംഗം നടക്കുകയാണ്. മതപ്രസംഗം നടക്കും. അന്ന് വരാമെന്ന് ഒരു മുസ്ലിയാർ വന്നില്ല. കുറേ ആൾക്ക് താടിച്ചുകൂടിയുണ്ട്. ഞാൻ അന്നും ഇന്നും പറഞ്ഞ് എനിക്ക് മതപരമായിട്ടുള്ള കൂടുതൽ അറിവില്ല എന്നുള്ള സത്യമാണ്. ഉള്ള അറിവ് വെച്ചാൽ പറയും. അപ്പോൾ എല്ലാം നിർബന്ധിച്ച് ഞാനൊരു ഒരു ഒരു 3/4 മണിക്കൂർ കൂടുതൽ പ്രസംഗിച്ചില്ല, പ്രസംഗിച്ചു. വളരെ രൂപേണ അതിൽ പറഞ്ഞ പ്രധാന പോയിന്റ് ഇതാണ്: വിശക്കുന്ന അയൽവക്കം അതായത് അയൽവക്കം പട്ടിണി കിടക്കുമ്പോൾ വയറ് നിറയെ ആഹാരം കഴിക്കാൻ എൻ്റെ സമുദായത്തിൽപ്പെട്ടവല്ലെന്നുള്ള നബി വചനം. അധ്വാനിക്കുന്ന വീർപ്പുകൾ പറ്റുന്ന മുമ്പായിട്ട് പ്രതിഫലം കൊടുക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ 1-2 കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ ആ ഉമ്മയും വാപ്പയും അച്ഛനും അമ്മയും അന്വേഷിക്കണം എന്ന് പറഞ്ഞത്. അങ്ങനെ കുറേ കാര്യങ്ങൾ പറഞ്ഞാണ് 3/4 മണിക്കൂർ എടുത്തത്. അത് ഒരു കാര്യം ഞാൻ ഉദാഹരണം പറഞ്ഞു അവർക്ക് മനസ്സിലാകാവുന്ന രീതിയിൽ. എന്താണത്? നിങ്ങളുടെ വീടിൻ്റെ തൊട്ടയൽവക്കത്ത് ഒരു പേരമരമുണ്ട്. ആ പേരമരം ഉണ്ടെങ്കിൽ അത് കൊമ്പുണ്ടാവും, കൊമ്പിന് ശിഖരമുണ്ടാവും, ഇലയുണ്ടാവും, ഇല കരിയിലാവും. കരിയിലായ നേരെ താഴെ വീഴുന്നത്, കാറ്റിലേക്ക് പറന്നു പോവില്ല. കാറ്റുണ്ടെങ്കിൽ പറന്നു താഴെ. ആ താഴെ വീണ് സ്വാഭാവികം എടുക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്കാകാം, അത് വീട് നിങ്ങളുടെ പറമ്പിലാകാം. അത് നിങ്ങൾക്കെടുക്കാൻ അവകാശമില്ല. നിങ്ങൾക്ക് എന്തുകൊണ്ട് അത് അടച്ചുകൂട്ടി അപ്പുറത്തെ പറമ്പിൽ ഇടുകയോ അല്ലെങ്കിൽ അവർ അനുവാദത്തോടെ എടുക്കുകയോ ചെയ്യാം. ഈ ഒരു കൾച്ചർ ലോകത്ത് വേറെ ആരോ പറഞ്ഞിട്ടുള്ളത്. പലിശ വാങ്ങരുത്, മദ്യം കഴിക്കരുത്, വ്യഭിചരിക്കരുത്. ഇത് നിസ്സാര കാര്യമാണ്. ഇതൊക്കെ കനകം മൂലം കാമനി മൂലം കലഹം പലവിധം ഉലകിൽ സുലഭം എന്ന് പറയുന്ന പോലെ ഇന്ന് ലോകത്തുണ്ടാകുന്ന എല്ലാ കലഹങ്ങൾക്കും കൊലപാതകം കാരണം പെണ്ണും പണമാണ്. ഇപ്പം മദ്യം വരും. ഇപ്പം ഏതാണ്ട് മദ്യമാണ് കാരണം. അതിന് ശേഷം പറ്റുമത്. അത് പറഞ്ഞില്ലേ? ഒരൊറ്റ കാര്യം പറഞ്ഞാൽ മതിയല്ലോ. എന്താണത് നിങ്ങൾ മനസ്സിലാക്കുക? ഇന്ന് പെറ്റ് വളർത്തിയ അമ്മയെയും അച്ഛനെയും അവർ യൗവനം കുറയുമ്പോൾ ആൺമക്കൾ ഉത്സവ പറമ്പുകൾ അല്ലെങ്കിൽ വേറെ ഒരു ദേവാലയത്തിൽ കൊണ്ടേക്ക് കൈയൊഴിയുന്നു, അല്ലെങ്കിൽ മാർക്കറ്റിൽ കൊണ്ട് കൈയൊഴിക്കുന്നു, ആൾക്കൂട്ടത്തിൽ കൊണ്ട് വെച്ചുകൊണ്ട് മടങ്ങിപ്പോരുന്നു. ആ അമ്മയുടെ അച്ഛൻ്റെ സ്ഥിതി നോക്ക്. ഇസ്ലാമിൽ അള്ളാഹു എന്താ പറഞ്ഞറിയോ? പ്രവാചകൻ എന്താ പറഞ്ഞറിയോ? ദൈവത്തെ അല്ലാതെ മറ്റൊരു വ്യക്തിയെ വണങ്ങണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ, നിയമമുണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ അമ്മയെ വണങ്ങാൻ ഞാൻ പറയുമായിരുന്നു. അവിടെ അമ്മയുടെ സ്ഥാനം എവിടെ കൊടുത്തു?
ഇത്രയും മാന്യമായൊരു സ്ഥാനം കൊടുത്തൊരു സമുദായം, ഒരു നേതൃത്വം, അല്ലെങ്കിൽ ഒരു മതം വേറെ ഇല്ലെന്നും ഞാൻ പറയുന്നില്ല. കാരണം അത് പറഞ്ഞാൽ അതൊക്കെ തെറ്റിദ്ധാരണ വരും. നല്ലൊരു ആശയമല്ലേ? നിങ്ങളുടെ തള്ളയുടെയും തന്തയുടെയും മുൻപിൽ നിങ്ങൾ ഛേ എന്ന് വാക്ക് എന്ന് പറഞ്ഞാൽ മുഖം ചുളിച്ച് ഇങ്ങനെ ദേഷ്യപ്പെട്ട് സംസാരിക്കില്ലേ, നീ പോകുന്ന കഴിഞ്ഞാൽ അങ്ങനെ പറയാൻ പാടില്ല. നിന്റെ ഉമ്മയുടെ പാദങ്ങളുടെ അടിയിലാണ് നിന്റെ സ്വർഗം സ്ഥിതി ചെയ്യുന്നതെന്ന് പറഞ്ഞ ഇസ്ലാം പ്രവാചകൻ. എന്തുമാത്രം സ്ഥാനമാണ് അമ്മയ്ക്ക് കൊടുത്തത്. അമ്മ ആരടോ? വനിതയല്ലേ, സ്ത്രീയല്ലേ? അത്രയും സ്ത്രീകൾക്ക് അംഗീകാരവും സ്വാതന്ത്ര്യവും കൊടുത്ത, അമ്മയ്ക്ക് ബഹുമാനം കൊടുത്ത ഒരു സംസ്കാരത്തെക്കുറിച്ചാണ് ഈ ടീച്ചർ, ബുദ്ധിയില്ലാത്ത വിഡ്ഢികളായ ടീച്ചറും ആരുടെയൊന്നും പണം വാങ്ങിയിട്ട് ഈ സാറും ഒക്കെ പറഞ്ഞു നടക്കുന്നത്. ശരിയാണോ? യുക്തിവാദി എന്നാണ്. എന്താണ് യുക്തമായി? യുക്തിവാദി എന്ന് പറയുമ്പോൾ ഏതാണ്ട് ശാസ്ത്രീയം എന്ന് പറയുമ്പോഴേ, ശാസ്ത്രം യുക്തിയുടെ മതമാണ്, അല്ല യുക്തിയുടെ ഇതാണ് ശാസ്ത്രം. അവിടെ യുക്തി നിയമമാണ്, അല്ലെങ്കിൽ ന്യായമാണ്. യുക്തിയുണ്ട് എല്ലാ കാര്യങ്ങൾക്കും, അത് ശാസ്ത്രം. അങ്ങനെ യുക്തിവാദികൾ എന്ന് പറയും. നിങ്ങൾ ഈ ഒരു സമുദായത്തെ മാത്രം, ഈ ഒരു പ്രവാചകൻ മാത്രം, ഈ അള്ളാഹുവിനെ മാത്രം നിങ്ങൾ കുറ്റപ്പെടുത്തി പറയുമ്പോഴേ നിങ്ങൾ ആർക്ക് വേണ്ടിയാണത്? സത്യം മനസ്സിലാക്കിക്കൊണ്ടും നിങ്ങൾ തെറ്റിദ്ധരിക്കല്ലേ? എന്താണ് നിങ്ങൾ ഈ കായ്ഫലുള്ള മരത്തിൽ കുട്ടികൾ കല്ലെറി എന്ന് പറയുമ്പോൾ ഇതൊരു നല്ലൊരു പ്രത്യയശാസ്ത്രമായിട്ടല്ലേ ഇതിനെ നിങ്ങൾ എതിർക്കുന്നത്? ഇന്ന് ലോകത്ത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ബുദ്ധിജീവികൾ, ബുദ്ധിരാക്ഷസന്മാർ, തത്വചിന്തകന്മാർ, മനഃശാസ്ത്രജ്ഞന്മാർ, ശാസ്ത്രജ്ഞന്മാർ ഈ മതത്തെ മനസ്സിലാക്കിയിട്ട് പ്രകോപനോ കൂടാതെ സ്വയം ഇച്ഛാശക്തി വരികയാണ് ലോകത്ത് ഇന്നും. സ്റ്റിൽ നൗ അങ്ങനെ ഒരു മതത്തെക്കുറിച്ച് വിമർശിക്കാൻ, അന്യായമായി കുറ്റപ്പെടുത്താൻ നിങ്ങൾക്ക് എന്ത് അവകാശം? ആര് തന്നു? പിന്നെ മുസ്ലിം നാമധാരികളായ കുറേ ആൾക്കാർ കാട്ടിക്കൂട്ടിയ വിക്രിയകൾ ഇസ്ലാമികമല്ല, പ്രത്യേകിച്ചും അനിസ്ലാമികമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞത്, താടി വച്ച, തൊപ്പി വച്ച, നമസ്കാരത്താകുമ്പോഴുള്ള കോടിക്കണക്കിന് മുസ്ലിം പുരോഹിതന്മാർ, അല്ലെങ്കിൽ മുസ്ലിം മൗലവിമാർ, ഉസ്താദന്മാർ അള്ളാഹുവിനെ മാത്രം ആരാധിച്ചും അവൻ്റെ നബിയെ മാത്രം വിലക്കെടുത്തുകൊണ്ടും നബിചര്യ മാത്രം മുന്നോട്ട് വെച്ചുകൊണ്ടും പോകുന്ന കോടിക്കണക്കിന് ആൾക്കാർ ഭൂമിയിലുണ്ട്, ഇന്നുമുണ്ട്. പക്ഷേ അതിൽ അല്പബുദ്ധികളായ, ദീർഘവീക്ഷമില്ലാത്ത, മന്ദബുദ്ധികളായ, മണ്ടന്മാരായ, അള്ളാഹുവിനെയും വിശ്വസിക്കുകയും പ്രവാചകനെ വിശ്വസിക്കുകയും അതിനുശേഷം മറ്റ് പലരും കൂടി വിശ്വസിച്ച് പോകുന്ന കുറേ ആൾക്കാർ, അവർ കാട്ടുന്ന വിക്രിയ വലുതാണ്. ഞാൻ മുസ്ലിം ലീഗിനോട് പറയട്ടെ, നിങ്ങൾ ആ മുസ്ലിം എന്ന പേര് മാറ്റി രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് എത്ര നല്ലതാണ്. നിങ്ങൾ ഈ മതവും രാഷ്ട്രീയവും ഒരുമിച്ച് കൊണ്ടുവന്നിട്ടില്ല ഈ പഴി മുഴുവൻ കേൾക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ കേരളത്തിൽ കാണിക്കുന്നത് മുസ്ലിം പ്രേമമല്ല, ന്യൂനപക്ഷ പ്രേമമല്ല, രാഷ്ട്രീയമാണത്. ആ രാഷ്ട്രീയത്തിൻ്റെ ഒരു ബഹിസ്ഫുരണമാണ് ഇപ്പോൾ പോർക്ക്, പന്നി ഫെസ്റ്റിവൽ. ഞാൻ ചോദിക്കട്ടെ, അത് രാഷ്ട്രീയമാണെന്ന് മനസ്സിലാക്കാതെ കൂടത്തയ്യെ പോലുള്ളവർക്ക് അതിൽ കയറി പിടിക്കാവോ? അത് പിടിച്ച് നിങ്ങളെയൊക്കെ ഒതുക്കാനോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കാൻ ജനങ്ങളുടെ മുന്നിൽ കൊച്ചാക്കാനാണ്. അവിടെ വിദ്വാനഭൂഷണം തമ്മിൽ അവിടേക്ക് നിങ്ങൾ മൗനം പാലിക്കുകയാണ്. എന്തുകൊണ്ടെന്നറിയോ? നിങ്ങൾക്കറിയാം അതിലെ ഉദ്ദേശശുദ്ധി മാർക്സിസ്റ്റ് പാർട്ടി വെച്ച് 100% ഉദ്ദേശശുദ്ധിയല്ല, അത് ദുരുദ്ദേശമാണ്. എന്തുകൊണ്ട്? വൈ? 95% പേരും ഭക്ഷണമായിട്ട് ഉപയോഗിക്കുന്ന ഒരു വസ്തുവാണ് ബീഫ്. 95%. കേരളത്തിൽ പോലും 5% പോലും തികച്ചും നോൺ വെജ് ഇല്ല. ബാക്കി എല്ലാവരും വെജ് കഴിക്കുന്നല്ല, ഒക്കേഷണൽ കഴിക്കും. സുരേഷ് ഗോപിയിലും പറഞ്ഞ ഒക്കേഷണൽ കഴിക്കുന്നവരാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ഫെസ്റ്റിവൽ നടത്തി മറ്റുള്ള സമുദായത്തിൽ ചിലവർക്ക് ധൈര്യം പകർന്നെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി, DYFI നമ്മൾ കുറ്റപ്പെടുത്തല്ല. പക്ഷെ അതേ സ്ഥാനത്ത്
പോർക്കുകളി പന്നി എന്ന് പറയുന്നത് കേവലം 5% പോലുമാണ് കേരളത്തിൽ. കാരണം ആകെ കൂടി 10-12% ക്രിസ്ത്യൻസുകൾ കേരളത്തിൽ. 18%, 6% ദളിതുകളാണ്. അവർക്കൊന്നും ബാധകമല്ല. അതിൽ എല്ലാവരും ക്രിസ്ത്യൻ പന്നി കഴിക്കാത്ത എത്രയോ ക്രിസ്ത്യാനികൾ. അപ്പോൾ ഇതിൽ 5% ഇത് ഒക്കേഷനെങ്കിലും ഇത് പോർക്ക് കഴിക്കുന്നത്. ആ 5%-ന് വേണ്ടി പോർക്ക് ഫെസ്റ്റിവൽ നടത്തുന്ന CPIMൻ്റെ കീഴിലുള്ള DYFIയുടെ ഉദ്ദേശശുദ്ധി 100% ആത്മാർത്ഥമല്ലെന്ന് മാത്രമല്ല രാഷ്ട്രീയ തട്ടിപ്പാണ്, മനഃശാസ്ത്രമാണ്. അത് അവർക്കും അറിയാം, നമുക്കും അറിയാം. അങ്ങനെയെങ്കിൽ എന്തിനെ കൂടത്തായി കീടത്തായിയൊക്കെ നിങ്ങൾ ആവശ്യക്കായത്ത് ഇടപെടുന്നത്? നിങ്ങൾ ഡോണ്ട് കെയർ വിട്ടുകളഞ്ഞാൽ പോരെ. ഇതിൽ ഒരു കാര്യം CPM മനസ്സിലാക്കി എന്നറിയോ? കേരളത്തിൽ ബുദ്ധിയുള്ള നേതാക്കൾ, മുസ്ലിം സമുദായത്തിലെ നേതാക്കൾ, രാഷ്ട്രീയത്തിലുപരി സമുദായത്തെ സ്നേഹിക്കുന്ന നേതാക്കൾ, അവർ തൽക്കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അടിമകളാകാൻ ഉദ്ദേശിക്കുന്നില്ല. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിരോധം കൊണ്ടല്ല, എതിർപ്പ് കൊണ്ടില്ല. ഇപ്പോൾ എന്തുകൊണ്ടാണ്? കേരളത്തെ സംബന്ധിച്ച് അടുത്ത ഭരണം CPM വന്നു കഴിഞ്ഞാൽ UDF തകർന്നു പോകും, പിന്നെ വരുന്നത് BJP ആണ്. അതിനാണ് ഇവിടെ UDFിലെ ഒരു ചെറിയൊരു വിഭാഗവും LDFിൽ ചെറിയ വിഭാഗവും BJPയുടെ മുഴുവൻ വിഭാഗം ചിന്തിക്കുന്നത് അടുത്ത ഇലക്ഷന് കൂടി പിണറായി സഖാവിനെ പാർട്ടി കൊടുത്ത് പശ്ചിമ ബംഗാളിൽ നശിപ്പിക്കുക. അപ്പോൾ വരുമ്പോൾ നമുക്ക് കയറാം. അപ്പോൾ ഒരു 31 പിന്നെ അന്ന് നിങ്ങൾ എൻ്റെ കൂടത്തായി നിങ്ങൾ ബുദ്ധിയുടെ ചിന്തിക്കുക. നിങ്ങൾ ഇൽമിൻ്റെ ആളെന്നല്ല പറഞ്ഞത്. ഇൽമെന്ന യുക്തിയല്ലേ, ബുദ്ധിയല്ലേ. 35 സീറ്റ് കിട്ടിയാൽ ഞങ്ങൾ ഭരിക്കുമെന്ന് സുരേന്ദ്രൻ പറഞ്ഞത് വെറുതെ പറഞ്ഞതല്ല. അതിന് ക്ലാസ് കൊടുത്തിട്ടാണ്, അല്ലെങ്കിൽ ബുദ്ധിരാഷ്ട്രീയത്തെ ഉപദേശിച്ചിട്ടാണ്. അവർക്ക് കുതന്ത്രമാണെങ്കിൽ പോലും ഉപദേശിക്കാൻ ആയിരക്കണക്കിന് സന്നാഹങ്ങളുണ്ട്. ഇന്നലെ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു അമുസ്ലിം സുഹൃത്ത് ചോദിച്ചു, എൻ്റെ പൊന്നിഷ നിങ്ങൾക്കെങ്കിലും ഒന്ന് പറഞ്ഞുകൂടെ ഈ സമുദായത്തിനടുത്ത്? എന്താണ് ഇസ്ലാമോഫോബിയ? ഇസ്ലാം തകർക്കാൻ വേണ്ടി ക്രിസംഖികളും സംഖ്യകളും കുറേ മുസംഖികളും കൂടി ചേർന്ന് കോടി രൂപ മുടക്കിയിട്ട് വാട്സപ്പ് സന്ദേശങ്ങൾ, എനിക്ക് വന്ന 1-2 സന്ദേശങ്ങളിൽ 1000-1500 സന്ദേശം ദിവസം വരുന്നത്. ഞാൻ പറഞ്ഞു 1500 വന്നാൽ എങ്ങനെ വായിക്കാനാ? ഒരു 2, 3, 5 ഒക്കെ വായിക്കാം. അതിൽ നല്ലൊരു ശതമാനം ഈ മുസ്ലിം വിരോധമാണ്. അങ്ങനെ ചെയ്യുമ്പോൾ കോടിക്കണക്കിന് രൂപ ധർമ്മം കൊടുക്കുന്ന മുസ്ലിം സമുദായ സമ്പന്നന്മാരെ നിങ്ങളെല്ലാം യോജിച്ചിട്ട് നിങ്ങൾക്കൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ട് ഈ അനീതിക്കെതിരെ പ്രതികരിക്കാൻ പാടില്ലേ? അത് പ്രതികരിക്കുമ്പോഴും മുസ്ലിം സമുദായം എന്താ ചെയ്തറിയോ? എല്ലാം മുസ്ലിം ഐക്യവേദി കൊണ്ടെടുത്ത് അങ്ങനെ ആകാൻ തെറ്റില്ല, ഞാനൊരു കുറ്റം പറയില്ല. പക്ഷേ രാഷ്ട്രീയത്തിൽ മുസ്ലിം ഐക്യവേദിയിൽ വേണ്ട, ജനകീയ ഐക്യവേദി വേണ്ടേ? ജനകീയ ഐക്യവേദി ഉണ്ടാക്കിയിട്ട് നിങ്ങൾ നോക്ക്. അവർ സംഘടന അല്ലെങ്കിൽ വാട്സപ്പ് സന്ദേശിച്ച പേരൊന്നും മുസ്ലിമല്ല, ജാതീയതല്ല, ജാതിക്ക് പോലത്തുള്ള പേരാണ്. പക്ഷെ ചെയ്യുന്നതോ പുഴുപ്പൊടി കുപ്പിയുടെ പുറത്ത് പഞ്ചസാര എന്ന് ലേബിൾ വയ്ക്കുമ്പോഴാണ് അവരങ്ങനെയാണ് പേര് വയ്ക്കുന്നത്. പുറത്ത് നോക്കുക എന്നിട്ട് പഞ്ചസാര, അകത്ത് പുഴുപ്പൊടി. അതുപോലെ നിങ്ങൾ ചെയ്യുകയാണെങ്കിലോ, നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പഞ്ചസാര ആണെങ്കിലും പുറത്ത് വരുമ്പോൾ പുഴുപ്പൊടി പേരാക്കും. നിങ്ങൾക്ക് ഇഷ്ടമായി തോന്നും. എന്തുമല്ല മുസ്ലിം ഐക്യവേദി വേണ്ടതല്ല. പക്ഷേ അങ്ങനെ ഒരു ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് രാജ്യത്ത് ഒരു സമുദായം മൊത്തം സംഘടിച്ച് മുന്നോട്ട് പോയാൽ, പ്രത്യേകിച്ച് പൊളിറ്റിക്കലി ജാതി സംഘമില്ല, അത് സമുദായം ഒരു കുഴപ്പമില്ല. പൊളിറ്റിക്കലി അത് വിജയിക്കാൻ പ്രയാസമാണ്. അതല്ലേ 100 വർഷമാകാൻ പോയിട്ടും ഇന്ത്യൻ യൂണിയൻ ലീഗ് അതം വെച്ച് ചുരുക്കി എന്തു പറ്റി? ഇന്ത്യൻ യൂണിയൻ മലപ്പുറം ലീഗായിട്ട് അതം വെച്ചു. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും അത് തങ്ങന്മാരോടോ അല്ലെങ്കിൽ കുഞ്ഞാക്കോടോ എതിർപ്പ്. എനിക്ക് കുഞ്ഞാക്കോടോ തങ്ങന്മാരോട് ഒരു എതിർപ്പിൽ മാത്രമല്ല ബഹുമാനം ആദരവുണ്ടെന്നേ. പക്ഷെ നിങ്ങൾ വളരുന്നില്ല, അതല്ല സങ്കടം. ആലോചിച്ചോ, 2 സീറ്റ് ഉണ്ടായിരുന്ന ഇന്ത്യൻ BJP ഇന്നിപ്പോൾ എത്ര എത്തി നിങ്ങൾ അറിയാമല്ലോ. കഴിഞ്ഞ 10 വർഷമായിട്ട് ഇപ്പോൾ 14ാമത്തെ വർഷമായിട്ടും ഏകാധിപത്യ ഭരണം നടക്കല്ലേ. അതിന് അവർ ആ സാഹചര്യം ഉണ്ടാക്കിയപ്പോൾ നിങ്ങൾ UP-ൽ മത്സരിക്കാൻ പോയില്ലേ? UP-ൽ മത്സരിക്കാൻ പോയിട്ട് ദേശീയ നേതാക്കൾ, അന്തർദേശീയ നേതാക്കൾ 3-4 പേര് പോയിട്ട് 148 വോട്ടല്ലേ കിട്ടിയത്. നിങ്ങൾ എന്തിനങ്ങനെ അവിടെ പോയി മത്സരിക്കണം?
നമ്മൾ കഴിവില്ല, നമ്മുടെ കഷ്ടപ്പാടൊക്കെ നമ്മൾ ഒതുക്കി വെച്ചാൽ പോരെ, പരസ്യമായിട്ട് കാണിക്കണം. നിങ്ങൾ തയ്യാറാകുക. അതായത് ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് എന്ന് പേരിട്ട്, ഞാൻ പറഞ്ഞല്ലോ, ഇന്ത്യൻ യൂണിയൻ മൈനോറിറ്റി ലീഗ് എന്ന് പേരിട്ട് കഴിഞ്ഞാൽ IUML പേര് മാറ്റണ്ട, കൊടി മാറ്റുക, ഒന്നും മാറ്റുക, ഒരു വേർഡ് മാത്രം മാറിയത്. ഇതിന് നിങ്ങൾ സമുദായ സംഘടന സമസ്ത കേരള ജമിയത്തുൽ ഉലമയിട്ടില്ല, അത് നിങ്ങൾ നടത്തിക്കോ. അത് മുസ്ലിം പേരിട്ടോ മുസ്ലിം കാര്യങ്ങൾക്ക് മാത്രം ഇടപെട്ടോ. പക്ഷേ രാഷ്ട്രീയ കാര്യങ്ങൾ വരുമ്പോൾ നിങ്ങളെ പേര് മാറ്റണം. അങ്ങനെ മാറ്റിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറ്റും? ഇപ്പോൾ കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേരിൽ ഒരു പാർട്ടി UDF ഉള്ളിടത്തോളം കാലം ആ UDF ബലത്തിൽ കയറ്റാൻ ഇവിടുത്തെ സംഘികളും ക്രിസംഖികളും മുസ്ലിംഖികളും സമ്മതിക്കില്ല. എന്നല്ലോ അവർക്ക് നല്ല അവസരമാണത്, അവർക്ക് ഭരണത്തിലുള്ള അവസരമാണ്. ഈ ഉദാഹരണം പറഞ്ഞാൽ കോതമംഗലത്തെ നമസ്കാര വിഷയം, മൂവാറ്റൂർ നമസ്കാര വിഷയം, തൊടുപുഴയിലെ പിള്ളേരുടെ പ്രശ്നം, ഇതെല്ലാം ഒരു കാൽക്കുലേറ്റഡ് ആണത്. ഇത് നിസ്സാര കാര്യമല്ല. അത് ഈ സമുദായത്തെ കൊച്ചാക്കാൻ വേണ്ടി, സമുദായത്തെ മോശമാക്കാൻ വേണ്ടി സംഘടിത ശക്തി നടത്തുന്ന അതിനിഗൂഢ ഗൂഢാലോചനയാണ്. ഗൂഢമാണെങ്കിൽ ഒന്നുകിൽ സ്ട്രെസ് ചെയ്ത് പറയണം ആണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, ഇപ്പോൾ മുസ്ലിം ലീഗ് മധ്യ കേരളത്തോ തെക്കൻ കേരളത്തോ മുസ്ലിം ലീഗ് ഉണ്ടോ? UDF കൂടെ നിന്നിട്ടുപോലും അവർ അംഗീകരിക്കുന്നുണ്ടോ? അംഗീകരിക്കുന്നില്ല. കാരണം UDF കുറച്ച് ക്രിസ്ത്യൻ നേതാക്കൾ അവർക്ക് ഈ പ്രസ്ഥാനത്തെ ദക്ഷിണ കേരളത്തിലും പിന്നെ മധ്യ കേരളത്തിലും വളർത്താൻ താല്പര്യമില്ല. അതിനുവേണ്ടി അവർ ഒതുക്കാൻ വേണ്ടി തൊടുപുഴ സംഭവത്തിൽ നിങ്ങൾക്കറിയാലോ, മുസ്ലിം ലീഗ് കൊടുക്കേണ്ട ഇത് സ്ഥാനം അവസരം കോൺഗ്രസ് സമ്മതിച്ചോ? വാസം നിങ്ങൾ നിങ്ങളുടെ ഈ അമിതമായ പിന്നെ അനുഭൂതിയാണ് നിങ്ങൾ തീഷ്ണ ചെയ്തത്. അങ്ങനെ നിങ്ങൾക്ക് അവസരം കിട്ടിയപ്പോൾ നിങ്ങൾ കേരള കോൺഗ്രസ് വിട്ടുകൊടുത്തില്ലേ? അത് നിങ്ങളുടെ സഹാനുഭൂതി, നിങ്ങളുടെ അനുഭൂതി, നിങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷെ അത് കോൺഗ്രസ് അത് പോയിന്റ് ശരിയല്ലേ? നിങ്ങൾക്ക് അവസരം തന്നു, അത് നിങ്ങൾ അവർക്ക് ധർമ്മം കൊടുത്തു. പിന്നെ ഇനി ഞങ്ങൾ ചോദിക്കുന്ന അതിലും ഒരു പോയിന്റില്ലേ? മുസ്ലിം ലീഗിൻ്റെ ചിന്തിക്കുന്ന ഏതെങ്കിലും മധ്യ കേരളത്തെ നേതാക്കൾ ഉണ്ടെങ്കിൽ, ദക്ഷിണ കേരള നേതാക്കളുണ്ടെങ്കിൽ ചിന്തിക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്, അവർ കോൺഗ്രസ് വന്ന പോയിന്റ് ശരിയല്ലേ? അപ്പം നിങ്ങൾ അമിതമായ സഹായം വേണ്ടെന്നേ. നിങ്ങളുടെ പാർട്ടിയാണ്, രാഷ്ട്രീയ പാർട്ടിയാണെങ്കിൽ നിങ്ങളുടെ അവസ്ഥ കിട്ടാൻ നിങ്ങൾ മറ്റൊരു കൊടുത്താൽ പിന്നെ അത് പാർട്ടി വളർത്താൻ പറ്റുമോ? ഇപ്പോഴത്തെ അത് സ്ഥാനം പോയി അത് LDF കൊണ്ടുപോയില്ലേ? അത് ഓരോ സ്ഥലത്തും വന്ന് അവസരം മലപ്പുറത്ത് മാത്രമായില്ലേ? ആകൂല്ലേ ലീഗിൻ്റെ പ്രശ്നം? കാരണം പാലക്കാട് പോലെ കാസർഗോഡ് വരെ 45 സീറ്റിലുള്ളിടത്തിൽ കോൺഗ്രസ് 30 സീറ്റുകൾ മത്സരിച്ച് എന്ത് കിട്ടി? 5-6 സീറ്റിലേ കിട്ടുള്ളൂ. എല്ലാം പുറത്തു പോയില്ലേ? LDF പോയില്ലേ? ഈ ലീഗിനും കിട്ടും. ലീഗിന് മത്സരിച്ചില്ല, കോൺഗ്രസ് കൊടുത്തു ഇല്ല. ഇതൊന്നും മനസ്സിലാക്കേണ്ട കഴിവ് നിങ്ങൾക്കില്ലെങ്കിൽ നിങ്ങൾ ആ പാർട്ടിയെ കൊണ്ടുനടക്കാനോ അല്ലെങ്കിൽ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ സപ്പോർട്ടോ സഹായിയായി നിൽക്കാനോ യോഗ്യനല്ലെന്നാണ് തെളിയിക്കുന്നത്. പക്ഷെ നിങ്ങൾ തന്നെ ആകണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നത്. ഇത് മുസ്ലിം ലീഗിനായിക്കോട്ടെ, മുസ്ലിം ലീഗ് നേതാക്കളായിക്കോട്ടെ, ഈ സമുദായം നയിക്കട്ടെ. കാരണം എന്താ വെച്ചാൽ മുസ്ലിം ലീഗ് സംബന്ധിച്ച് അവർ കുഴപ്പക്കാരല്ല, അലമ്പല്ല, വർഗീയവാദികളിലെ പിന്നെ തീവ്രവാദികളൊന്നുമല്ല. ഒറ്റയും തെറ്റ് ചിലപ്പോൾ വന്നിയൊന്നല്ലാതെ ബഹുഭൂരിപക്ഷം ആൾക്കാരും സമാധാന പ്രേമികളാണ്. പ്രത്യേകിച്ച് തങ്ങന്മാർ വർഗം കുഞ്ഞാക്കാനൊക്കെ അക്കാര്യത്തിൽ 100% സപ്പോർട്ട് ചെയ്യണം. അപ്പം നിങ്ങൾ തന്നെ അത് ചെയ്യണം. പക്ഷെ നിങ്ങൾ കയ്യിൽ നിന്ന് പോകാൻ പോകുന്നു, വീണു. പാലാരിത്തൊരു റോഡ് ഒരു മരം നിൽപ്പണം, അവർ പ്രായാധിക്കൊണ്ട് ഞങ്ങളെ പത്രത്തിൽ കൊടുത്ത വാർത്തയാണ് വീണു കഴിഞ്ഞത്. അതുപോലെ നിങ്ങൾ താഴോട്ട് പോകുന്നു. ഈ വരുന്ന അസംബ്ലി ഇലക്ഷനിൽ നിങ്ങൾ ഉൾപ്പെടുന്ന UDF ഭരണം കിട്ടിയില്ലെങ്കിൽ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അവസ്ഥ എന്തായിരിക്കും കേരളത്തിൽ? ഇത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? നിങ്ങൾക്ക് അന്ധമായ മാർക്സിസ്റ്റ് വിരോധം ഉണ്ടാകാം. അതോ ഞാൻ പറയാൻ എന്താ അറിയോ, ഇവിടെ നമ്മുടെ ഇന്ത്യൻ മുന്നണിയുടെ നേതാവ് രാഹുൽ ഗാന്ധി കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷനിൽ കോഴിക്കോട് വന്നപ്പോൾ പറഞ്ഞത്, എന്തുകൊണ്ട് പിണറായി മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യില്ലാതെ CBI? അതൊക്കെ ഇങ്ങനെ പറയാവോ എൻ്റെ സാറേ? നമ്മുടെ കൂടെ നിൽക്കുന്ന ഘടകകക്ഷിയിൽ. അതുപോലെ ഇന്നലെ അദ്ദേഹം പറഞ്ഞു പശ്ചിമബംഗാൾ കഴിഞ്ഞ ദിവസം പശ്ചിമബംഗാളിൽ മുഖ്യമന്ത്രിയെ കുറിച്ച് വിമർശിച്ചു. നിങ്ങൾ എന്ത് മുന്നണിയാണ് അങ്ങനെ പറയാമോ? ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നമ്മൾ മൗനം പാലിക്കേണ്ടത്.
നിങ്ങൾ തെറ്റാണെന്ന് നിങ്ങൾ ബോധ്യം നിങ്ങൾ സപ്പോർട്ട് ചെയ്യണ്ട. പക്ഷെ പരസ്യമായിട്ട് പറയാതെ മാറി നിൽക്കാമല്ലോ. അതും ഒരു പ്രവൃത്തി തന്നെയാണ്, നല്ല തന്നെയാണ്. അത് ചെയ്യുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾക്ക് അത് നിങ്ങൾക്ക് ഉപദേശിച്ച് തന്നെ കോൺഗ്രസിൻ്റെ കുഴപ്പം, ആ ബുദ്ധിയില്ലാത്ത കോൺഗ്രസ്സുകാർ ഇതുള്ള. അപ്പോൾ ഈ വരുന്ന ഇലക്ഷൻ, നമ്മുടെ വിഷയമല്ല, ഈ വരുന്ന ഇലക്ഷനിൽ UDF 2026 ഇലക്ഷനിൽ വന്നില്ലെങ്കിൽ കേരളത്തിലെ സ്ഥിതി വളരെ മോശമാണ്. അത് വരാതിരിക്കാനുള്ള സർവ്വസന്നാഹവും ചെയ്തിട്ടും വരുമെന്ന് സാധ്യത ഉണ്ടായിട്ടാണ് ഇപ്പം ഈ നമസ്കാരം പോലുള്ള വിഷയം. കൈവെട്ട് കേസ് ന്യായീകരിക്കാൻ പറ്റുമോ? ഞാൻ പോലോ പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ അല്ലെങ്കിൽ അതുപോലെ തീവ്രവാദി സംഘടനയുണ്ട്, ലോകത്ത് ആരും നന്നായിട്ടില്ല. അങ്ങനെ നിങ്ങൾ അധ്യാപകൻ്റെ കൈ വെട്ടിയെങ്കിൽ, അത് ന്യായീകരമല്ല കൈ വെട്ടുന്നത്, നീ വെട്ടിയെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളെ ചെയ്ത് ആൾക്കാർ 5-6 പേര് നേരെ അടുത്ത പോലീസ് സ്റ്റേഷൻ ആരായെങ്കിൽ നിങ്ങൾ 5-6 പേർ തൂക്കിക്കൊല്ലിരിക്കും, അല്ലെങ്കിൽ തല്ലിക്കൊല്ലിരിക്കും, അല്ലെങ്കിൽ ശിക്ഷ കൊല്ലേ ഉള്ളൂ. ഇതെൻ്റെ പേര് 5000-6000 ചെറുപ്പക്കാരെ കൈയും കാലും ഓടിച്ചിടപ്പില്ലേ? അപ്പോൾ നിങ്ങൾ ഈ സമുദായ സ്നേഹമാണ് കാണിച്ചത്. തന്നെയല്ല, നിങ്ങൾ ആലപ്പുഴ പ്രശ്നം ഉണ്ടെങ്കിൽ, പാലക്കാട് പ്രശ്നം ഉണ്ടെങ്കിൽ, അവിടെ എല്ലാം എന്തേ BJP വളർന്നില്ലേ? അടുത്ത അസംബ്ലി ഇലക്ഷൻ, ബൈ ഇലക്ഷനിൽ പാലക്കാട് ആര് ജയിക്കുന്നത് കണ്ടറിയണം. ആലപ്പുഴയിൽ എന്താ സംഭവിച്ചത്? അവിടെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് അതിന് വേണമെങ്കിൽ സഖാക്കളെ കുറ്റപ്പെടുത്താം, അതുകൊണ്ട് മാത്രം കാര്യമായില്ല. സഖാക്കളെ കുറ്റപ്പെടുത്തി നമ്മൾ രക്ഷപ്പെടാമെന്ന് വിചാരിക്കുന്ന മണ്ടത്തരാണ്. സഖാക്കൾക്ക് തെറ്റുപറ്റിയിട്ട് നമ്മൾ തിരുത്താൻ ശ്രമിക്കണം, തിരുത്താനുള്ള സാഹചര്യം ഉണ്ടാക്കണം, അതിൽ തെറ്റില്ല, അന്ധമായിട്ട് വിശ്വസിക്കുകയും വേണ്ട. പക്ഷേ സഖാക്കളാണ് ഇല്ലാത്ത കാണുമെന്നുള്ള ആ കമ്മ്യൂണിസ്റ്റ് വിരോധത്തെ പേരിൽ UDF നേതാക്കൾ പറയും പോലെ സാമാന്യ ബുദ്ധിയുള്ള പൊതുജനം വരുന്ന മുസ്ലിം നേതാക്കൾ പറയരുത്. അവിടെയാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോലെ പിന്നെ ആര് എന്നുള്ള ചോദ്യം വരും. ഈ ദേശീയ ലെവലിൽ കോൺഗ്രസ് പോലും ആര് എന്നുള്ള ചോദ്യത്തിന് CPM പോരാ. അതുപോലെ കേരളത്തിൽ കോൺഗ്രസ് മാറി പിന്നെ വരുന്ന ആരാണ്? അപ്പോൾ CPMനെ അന്ധമായി നമുക്ക് എതിർക്കുന്നത് പാടില്ല, എതിർക്കുക തെറ്റുമാണ്. പക്ഷേ ഇവിടുത്തെ പ്രത്യേക സാഹചര്യത്തിൽ അതാണ് ഞങ്ങൾ പറയുന്നത്. അത് CPM വിരോധം കൊണ്ടോ പിണറായി സർക്കാർ വിരോധം കൊണ്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രവൃത്തി മോശം കൊണ്ടല്ല. കേരളത്തിൽ പിന്നെ അടുത്ത ഇലക്ഷനിൽ UDF ജയിച്ചില്ല എങ്കിൽ കേരളത്തിൽ വലിയ അപകടത്തിൽ പോകും. അതിന് പ്രത്യേകിച്ച് പിന്നോക്കത ന്യൂനപക്ഷങ്ങളിൽ വില കൊടുക്കേണ്ടി വരും. അതുകൊണ്ടാണ് അവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നമ്മൾ പറഞ്ഞിട്ടാണ് എതിർക്കുന്നത്, വെറുതെ ഇടയ്ക്ക് കോല് വയ്ക്കുകയല്ല, അതാണ് എതിർക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ പറഞ്ഞ ആ ഹക്കും ഹക്ക് എന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ചാണ് ഞാൻ വീണ്ടും പറയുന്നത്, സാഹചര്യം പറയണത്, അത് വേറൊന്നുമില്ല. ഇപ്പം ഞാനൊരു പൊതുപ്രവർത്തകനാണ്. എനിക്ക് പാർട്ടി ഫണ്ടിന് വേണ്ടി പിരിവ് വാങ്ങിക്കാം. പിരിവ് 2 തരാണ്. ഒറ്റയ്ക്ക് പിരിക്കാൻ അത് തെണ്ടിലാവും, സാമൂഹമായിട്ട് പിരിക്കാനില്ല, അത് പിരിവാകും. അതും രണ്ടും തെണ്ടിൽ തന്നെയാണ്. എങ്കിലും ആകട്ടെ, അവർ അല്ലെങ്കിലും പരസ്യമായിട്ട് തരുന്നല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല, നമ്മൾ റെസിപ്റ്റും കൊടുക്കണം. അപ്പോൾ റെസിപ്റ്റ് കൊടുക്കാതെ വാങ്ങുന്ന ഓരോ പൈസയും നിങ്ങൾക്ക് അനർഹമായി കിട്ടുന്ന പ്രതിഫലമാണ്. അത് കൈക്കൂലിയാണ്, അഴിമതിപ്പണമാണ്, അത് ഹക്കല്ല, അത് തെറ്റായ പണമാണ്. അങ്ങനെയുള്ള പണം ഉപയോഗിക്കാൻ ഇസ്ലാം പറയുന്നില്ല. ഇപ്പം ഞാൻ ഈ പാർട്ടി നേതാവാണെന്ന് വയ്ക്കുക, ഞാൻ ഒന്നും അഴിമതിയില്ല. എൻ്റെ പാർട്ടി അണികളെ കൊണ്ടോ അല്ലെങ്കിൽ എൻ്റെ മന്ത്രിമാരെ കൊണ്ടോ കൈക്കൂലി വാങ്ങിച്ചിട്ട് അത് വാങ്ങിച്ച് നമ്മൾ മണിമാളിക പണിതാൽ ന്യായമല്ലത്. ഇനി വേറെ ഇപ്പം എനിക്ക് ഒരു ആരോഗ്യമുണ്ട്, ചെറുപ്പറ്റില്ല, വയസ്സ് 10-75 ഉണ്ടെങ്കിലും കൂലിവേല ഇയാളെ ജീവിക്കാൻ ഒരു മാർഗ്ഗമില്ല. കൂലിവേല ഇയാൾ ഒരു കഴിവുണ്ടെന്ന് വെച്ചോ, എനിക്ക് സെൻറ്റാൻ പോലും പോലെ തെണ്ടില പോലും പാട്ട് തെറ്റാണെന്നാണ് ഇസ്ലാം പറയുന്നത്. തെണ്ടാൻ അർഹതയുള്ളത് മാത്രം തെണ്ടാൻ പാടുള്ളൂ, അല്ലാത്ത തെണ്ടാൻ പോലും പാടില്ല. ഈ പണിയെടുത്ത് തന്നെ അധ്വാനം വിറ്റ് തന്നെ ജീവിക്കണം. അതാണ് ഞാൻ MLA ആകത്തും മന്ത്രിയാകത്തും അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറിലാകത്ത്. എനിക്കെന്താ ഏതെങ്കിലും മുൻ രാഷ്ട്രത്തിൽ ഓച്ചാനിച്ചത് ഒരു MLA ആകാൻ പറ്റില്ലേ, അല്ലെങ്കിൽ എന്തെങ്കിലും കോർപ്പറേഷൻ ചെയർമാൻ ആകാൻ പറ്റില്ലേ? അങ്ങനെ ചെയ്താലും എന്താണ്, ചെറിയ റെമ്യൂണറേഷൻ കിട്ടും, ബാക്കി കാര്യങ്ങൾ കിട്ടുന്ന അഴിമതിയുണ്ടേ. അറിയാമല്ലോ ഇന്നത്തെ രാഷ്ട്രീയ ബില്ല് 10 രൂപയുടെ സാധനം 20 രൂപ 30 രൂപയ്ക്കൊക്കെയാണ് കൊട്ടേഷൻ ബില്ലിൽ പോകുന്നത്. അത് ഈ ഒരു പാർട്ടി മാത്രം, എല്ലാ പാർട്ടിക്കും, ഞാൻ ഒരു പാർട്ടി പ്രത്യേകം പറയല്ല. അത് എനിക്ക് എൻ്റെ മനസ്സാക്ഷി പറ്റില്ല. അതാണ് ഞാൻ അങ്ങനെ കയ്യോ കാലം പിടിച്ച്
ഏതിപ്പോൾ CPM കൂടെ എല്ലാം വിട്ട നാളെ CPM കൂടെ ചെല്ല്. ഒരു 6 മാസം കാത്ത് ഇരിക്കുക. ഏതെങ്കിലും കോർപ്പറേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ആലുവയിൽ വേണമെങ്കിൽ CPM നമ്മൾ ചെന്ന് അവരായിട്ട് ധാരണ എത്തി ഞാൻ ഇങ്ങനെയുള്ള പ്രധാനം ഇറങ്ങൂല എന്ന് ഒരു ചെറിയ കുറ്റസംഭവം ചെയ്ത് CPM നിൽക്കുകയാണെങ്കിൽ ഒരു പക്ഷേ ആലുവയിൽ അടുത്ത അസംബ്ലി സീറ്റിൽ ഒരു തര സാധ്യതയുണ്ട്. കാരണം ആലുവയിൽ അവർക്ക് പറ്റിയൊരു മുസ്ലിം കാൻഡിഡേറ്റ് ഇല്ല, ഉള്ളെല്ലാം അൺഫിറ്റാണ്. പക്ഷെ ഇരിക്കാൻ താല്പര്യമില്ല. എന്നിട്ട് MLA ആയിട്ട് ജനങ്ങളെ സേവിക്കാനല്ലോ, അഴിമതിയാനല്ലേ. ജനങ്ങളെ സേവിക്കുക എന്തിനാണ് MLA, എന്തിനാണ് മന്ത്രിസ്ഥാനം? മഹാത്മാഗാന്ധി ജനങ്ങളെ സേവിച്ച് MLA ആയിട്ടോ പഞ്ചായത്ത് മെമ്പറായിട്ടാണോ? അല്ല. അവന് ഒരു കാര്യം, 1-2 കാര്യമാണ്. ഒന്ന് ജനങ്ങളെ സേവിക്കാനുള്ള ആത്മാർത്ഥമായ വികാരം. മറ്റൊന്ന് യൂണിവേഴ്സൽ നോളജ്. യൂണിവേഴ്സൽ നോളജ് നിർബന്ധമല്ല. വണ്ടി നല്ല തന്നെ തുമ്പപ്പൂവും മുല്ലപ്പൂ പോലെയാണ്. തുമ്പപ്പൂവിന് എന്താണെന്ന് വെളുപ്പുണ്ട്, പക്ഷെ മണമില്ല. മുല്ലപ്പൂവിനോ വെളുപ്പുണ്ട്, മണമുണ്ട്. അതുപോലെയാണ് വിദ്യാഭ്യാസമുള്ളവൻ്റെ പ്രവർത്തനം മുല്ലപ്പൂവിലേക്കും വിദ്യാഭ്യാസം ഇല്ലാത്ത പ്രവർത്തനം തുമ്പപ്പൂവിലേക്കും. കുഴപ്പമൊന്നുമില്ല, പക്ഷേ ലോകപരിചയം വേണം, അത് മതി. അപ്പം ഞാൻ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരുപാട് എൻ്റെ ജീവിതത്തിൽ ഈ 75 വർഷത്തിൽ ഒരുപാട് കാര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അതെല്ലാം പലർക്കും അറിയുകയും ചെയ്യുക. പക്ഷെ അതുകൊണ്ട് നമ്മൾ അതിന് അങ്ങ് പോകാത്തത്. പക്ഷേ കോൺഗ്രസിൻ്റെക്കാരും ഈ ദാനധർമ്മം എന്നാണ്ട് ഹക്ക് മാത്രമേ പറയുമ്പോൾ ഇസ്ലാം മതത്തിൽ നിന്നുകൊണ്ട് ഇസ്ലാം ചിന്തിച്ചുകൊണ്ട് എങ്ങനെ അഴിമതി ചെയ്യാൻ പറ്റും? പണം ഉണ്ടാക്കുന്ന 3 വ്യവസായങ്ങളാണ്: പന്നി വളർത്തൽ, പലിശ, പിന്നെന്താണ് മദ്യം. ഇത് 3 മുസ്ലിങ്ങൾക്ക് നിഷിദ്ധമാണ്. പിന്നെ അവർക്ക് ആ ഒരു കാരണം കൊണ്ട് തന്നെ പണം ഉണ്ടാക്കില്ല. പിന്നെ പണം ഉണ്ടാക്കുന്ന മുസ്ലിങ്ങളിൽ നല്ലൊരു ശതമാനവും എന്തെങ്കിലും രീതിയിൽ ഇല്ലീഗൽ ആക്ടിവിറ്റീസിൻ്റെ ആയിട്ടാണ്. ഒരു ഉദാഹരണം അതിൽ ഏറ്റവും വലിയ കാൽകുലാത്തി എന്ന് പറയുന്നത് തങ്ങളൊരു ആചാര്യൻ പാവപ്പെട്ടവനാൽ പബ്ലിക് കൊടുക്കേണ്ട സ്ഥലമായ ഏക്കർ സ്ഥലം സർക്കാരിൽ നിന്ന് നിസ്സാര വിലക്ക് വാട്ടത്തിനെടുത്തിട്ടു അവൻ ബിസിനസ് കോടിയുണ്ടാക്കിയാൽ നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ വിശ്വാസിയാണെങ്കിൽ നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. കാരണം അത് നിങ്ങൾക്ക് അർഹതയുള്ളതല്ല. അത് പാവപ്പെട്ട സാധാരണ ജനങ്ങൾക്ക് അർഹതയുള്ള സ്ഥലമാണ്, സർക്കാർ ഭൂമി. അതാണ് നിങ്ങൾ ഇപ്പോൾ ഏറ്റവും വലിയ ശുദ്ധഗതികളുടെ ബിസിനസ്സേ പറഞ്ഞത്. ഏറ്റവും നല്ല അതാണ് നിങ്ങൾ നിസ്സാര പാട്ടത്തെടുത്തോണ്ട് ഓരോ പാർട്ടികൾക്കും ലിസ്റ്റ് ഉണ്ടാക്കിയിരിക്കുകയാണ്. എൻ്റെ പൊതുജനങ്ങൾ കേൾക്ക്, ഇന്ത്യയിലെ അല്ലെങ്കിൽ കേരളത്തിലെ വൻകിട വ്യവസായികൾ ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് ഈ ഒരാൾ ഇരുത്തിയേക്കാണ് പണമായിട്ട് 5,000 മുതൽ 50 കോടി വരെയും കൊടുക്കാൻ. പാർട്ടി നല്ല ചെറിയ സഹായം ഇരിക്കുന്നുണ്ട്. ഞാൻ റെസിപ്റ്റിന് കൊടുക്കുന്നുണ്ട്. അതിന് 5,000 രൂപ മിനിമം, അതുപോലെ 50 കോടിയും കൊടുക്കുക ആളെ ഇരുത്തിയേക്കാണ്. അപ്പോൾ അങ്ങനെ 5,000 മുതൽ 50 കോടി രൂപ കൊടുക്കണമെങ്കിൽ അവൻ എന്തെങ്കിലും കൃത്രിമം കാണിക്കട്ടെ, അല്ല കൊടുക്കാൻ പറ്റുമോ? അത് ഇതാണ് സർക്കാർ ഭൂമി 10 കോടി വിലയുള്ള 1 ലക്ഷത്തിൽ വാങ്ങിക്കുക, അല്ലെങ്കിൽ വിൽപ്പന നികുതിയിൽ തട്ടിക്കുക, അല്ലെങ്കിൽ ഇൻകം ടാക്സ് തട്ടിക്കുക. അങ്ങനെ എന്തെങ്കിലും ചെയ്യാൻ പണം ഉണ്ടാകാൻ പറ്റുമോ? എന്തെങ്കിലും രീതി ജനങ്ങളെയോ സർക്കാരിനെയോ പറ്റിക്കുകയോ വഞ്ചിക്കുകയോ ചെയ്യാതെ ഒരാൾക്കും പണക്കാനാകാൻ പറ്റില്ല. അതിൽ വരുമാനത്തിനനുസരിച്ച് ടാക്സ് കൊടുക്കും. പിന്നെ അവൻ എവിടെ കൂടുതൽ ലാഭം ഉണ്ടാവും? അപ്പോൾ ചെയ്യുന്നതല്ലെന്നാണ് ഞാനൊരു കാര്യം പറഞ്ഞ് നിർത്തുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള പണം വാങ്ങിക്കാൻ ഇസ്ലാമിന് അനുവദീയമല്ല. ഒരു കാര്യം ഞാൻ പറയുന്നത്, ഇവിടുത്തെ വൻ തോക്കുകൾ, വൻ വ്യവസായികൾ, അവൻ സർക്കാർ ഖജനാവിലേക്ക് വരുന്ന പണം ഇല്ലീഗലായിട്ട് ഭരണസ്വാധീനം ഉപയോഗിച്ച് വാങ്ങിയിട്ട് അവരൊരു സാധനത്തിന് വിലയിടും. എന്താണ്? ഒരു പേന 10 രൂപ പേനയാണ്. അവൻ പറഞ്ഞ ഈ വാങ്ങിക്കുന്നത് ചിലപ്പോൾ അവൻ എന്താ പറയുമോ, എനിക്ക് 5 രൂപക്ക് മതി, അല്ലെങ്കിൽ വേണ്ട. പേന ഉണ്ടാക്കി വിൽക്കുന്ന കമ്പനിയെ അവശനാകുമ്പോൾ അവൻ 5 രൂപ കൊടുക്കും. അവരുടെ ഈ കാശ് കിട്ടല്ലേ? ആ സാധനം കൊണ്ടുപോയിട്ട് അവൻ്റെ ഗോഡൗണിൽ കൊണ്ടിട്ട് അവൻ പറയും ഇത് 20 രൂപ വേണം, അല്ലെങ്കിൽ കൊടുക്കണില്ല എന്ന് പറഞ്ഞാൽ അവിടെ ഇരിക്കും. അപ്പോൾ ആവശ്യക്കാരൻ 20 രൂപ വാങ്ങിക്കും. അപ്പോൾ 5ൻ്റെ സ്ഥാനത്ത് കിട്ടുന്ന 20 രൂപയാണ് എൻ്റെ പൊന്ന് സാധാരണ ജനങ്ങളെ. അപ്പോൾ ഏതാണ്ട് 5ൻ്റെ സ്ഥാനത്ത് 4 ഇരട്ടി ലാഭം കിട്ടാണ്. അത് കിട്ടണമെങ്കിൽ കള്ളപ്പണമുള്ളവർക്ക് പറ്റുള്ളൂ. നിങ്ങൾ ബാങ്കിൽ നിന്ന് അന്യാപലിശക്ക് ലോൺ എടുത്ത് നടത്ത ഒരു ഒരു ചെറുകിട വ്യവസായിക്ക് ഇത് ചെയ്യാൻ പറ്റുമോ? ചില കച്ചവടക്കാർ ചെയ്യാൻ പറ്റുമോ? ചെയ്യാൻ പറ്റില്ല. അതിനാണ് കള്ളപ്പണം അല്ലെങ്കിൽ അഴിമതിപ്പണം. അത് സർക്കാരിൻ്റെ പണത്തിലാണ്. അങ്ങനെ അഴിമതിപ്പണം വാങ്ങിച്ച് വീണ്ടും കോടാനുകോടി ഉണ്ടാക്കുന്ന രാഷ്ട്രീയ നേതാക്കളും അതിന് നേതൃത്വം കൊടുക്കുന്നു. അല്ലാതെ അധ്വാനിക്കുന്ന ഏതെങ്കിലും വ്യക്തിക്ക് സമ്പന്നാകാൻ പറ്റുമോ? സത്യസന്ധമായി ബിസിനസ് ചെയ്തവർക്ക് സമ്പന്നാകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഏത് പുണ്യമുള്ളതാണെങ്കിലും
ചില പുണ്യാളം പറഞ്ഞിട്ട് ഒരു പുണ്യാളം, ആ പുണ്യാളം മരിച്ച് ഈ പടച്ചോനെ അദ്ദേഹത്തിന് അള്ളാഹു പുറത്തു നോക്കട്ടെ, അദ്ദേഹം ഒരു ഫത്വ നടത്തി, ഇന്നടുത്ത് ഇന്നയാൾ അവന് ഈഹോ ഇല്ല പരവും ഇല്ല എന്ന്. ഈഹം എന്ന് വെച്ചാൽ ഭൗതിക ലോകം, പരം എന്ന് വെച്ചാൽ പരലോകം, ആത്മീയ ലോകം. ഈഹമില്ലെന്ന് വേണമെങ്കിൽ പറയാം, അവൻ്റെ പ്രവൃത്തിയുടെ പണം ഉണ്ടോ ഇല്ലെങ്കിൽ അറിയാൻ പറ്റും. പരവും കൊടുക്കേണ്ടത് അള്ളാഹുവാണ്. ഒരു മതവിശ്വാസിയാണെങ്കിൽ അള്ളാഹു അത് സ്വർഗം കൊടുക്കുന്ന അവകാശി ഞാനാണ്, നിങ്ങളല്ല. അപ്പോൾ ആ ഒറ്റ കാരണോട് ആ മനുഷ്യൻ നരകത്തിലാണ് പോകേണ്ടത്. പക്ഷെ ഈ മനുഷ്യൻ അള്ളാഹുൽ ഭയമുള്ളതുകൊണ്ട് ആ മുൻകൂർ പ്രാർത്ഥിച്ചു പുറത്തുകൊണ്ട് പടച്ചവനെ. ആ മനുഷ്യൻ പറഞ്ഞ അറിവില്ലായ്മ അത് ശിക്ഷയെ കണക്കാക്കരുത്, അത് പുറത്തു കൊടുക്കുമെന്ന് അത് കേട്ട് അന്ന് തന്നെ ആ മനുഷ്യൻ മുൻകൂർ പുറത്തു കൊടുത്തു. അതുകൊണ്ട് ആ കാരണം കൊണ്ട് അദ്ദേഹം നരകത്തിൽ പോവില്ല, മറ്റു കാരണമൊക്കെ അറിയില്ല. അതാണ് അവസ്ഥ. അങ്ങനെ ഉള്ളപ്പോൾ നമ്മൾ ആരെയും കൊച്ചായി കാണരുത്, കാണിക്കരുത്. പിന്നെ ഇടുത്തിയാട്ടം ചെയ്യരുത്. അപ്പോൾ നിങ്ങൾ നമസ്കരിക്കാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പറഞ്ഞല്ലോ, അതിന് പല പല രീതിയുണ്ട്. ഞാൻ ഇപ്പോൾ ഇരിക്കുകയാണ്, ഇവിടെ ഡ്രസ്സ് ഇട്ടിരിക്കുകയാണ്, എനിക്ക് വേണമെങ്കിൽ ഒന്നും കൊടുക്കാൻ ബുദ്ധിമുട്ടെങ്കിൽ തേമ ചെയ്യാൻ രീതിയുണ്ട്, അതൊക്കെ പറഞ്ഞല്ലോ. അങ്ങനെ ചെയ്ത് നിങ്ങൾ ക്ലാസ്സിൽ ഇരുന്ന ഇരിപ്പിൽ തന്നെ കൈയിട്ടു നിർബന്ധമില്ല. അങ്ങനെ സാധിച്ചത് ഇരുന്ന ഇരിപ്പിൽ തന്നെ നിങ്ങൾക്ക് ഫാത്തിഹ ഓതി നമസ്കരിക്കുക. ആ ഇരുന്ന ഇരിപ്പിൽ തന്നെ ബെഞ്ചിൽ തന്നെ ആരും അറിയില്ല. ഞാൻ പറഞ്ഞു, ഞാൻ എറണാകുളത്ത് ഹോസ്പിറ്റലിൽ കിടന്ന് കിടപ്പിൽ തന്നെ ഞാൻ നമസ്കരിച്ചിട്ട് ഞാൻ പറഞ്ഞില്ല, ആരും അറിയിച്ചിട്ടില്ല. ആ തല മാത്രം അങ്ങനെ തിരിയുമ്പോൾ അറിയുള്ളൂ. എന്ത് അത് അറിയാം, പല തിരിയുള്ളൂ. അപ്പോൾ നിങ്ങൾ ഇരുന്ന ബെഞ്ചിൽ ഇരുന്ന ഇരിപ്പിലിരുന്ന് നിങ്ങൾക്ക് സലാം വീട്ടാം. സലാം മാത്രം വീടുമ്പോൾ കാഴ്ത്തറി ആരും അറിയില്ല. മറ്റു മനസ്സോട്ട് പറഞ്ഞാൽ മതി, പുറത്ത് കേൾക്കത്തെ പറയണ്ട. ആ സാഹചര്യം എപ്പോഴല്ല അത്. അങ്ങനെ ചെയ്യാതെ നിങ്ങൾക്ക് നമസ്കരിച്ച സ്ഥലം വേണം, മുറി വീടൊക്കെ ചോദിച്ചാൽ ഇന്ത്യയിലെ ഇന്നത്തെ സാഹചര്യത്തിൽ അതൊക്കെ മുസ്ലിം സമുദായത്തെ കൊച്ചാക്കാനും ഇസ്ലാം പോയി വളർത്താനും ആ കൂട്ടത്തിൽ മുസ്ലിം ഇത് ശത്രുക്കളെ വളർത്താനും സാധിക്കുമെന്ന് മനസ്സിലാക്കാത്ത മൗലവിമാരാണ് മുസ്ലിം നേതാക്കളെങ്കിൽ കഷ്ടമെന്ന് പറയാൻ പറ്റുള്ളൂ. അത് സൂഡാപ്പിയായാലും ഗിഡാപ്പിയായാലും സുന്നിയായാലും മൗദൂദിയായാലും ആരായാലും നിങ്ങൾ ചെയ്യുകയാണ്. പിന്നെ ഡ്രസ്സിനെ കുറിച്ച് നമ്മുടെ ഇത് പറഞ്ഞല്ലോ, നമ്മുടെ ഇന്നത്തെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞിട്ടുണ്ട്, അതൊരാളുടെ മൗലികാവകാശമല്ലേ, എന്താണ് തല മറക്കുന്നല്ലേ ഉള്ളൂ. അല്ല പിന്നെ വേറെ കാര്യമുണ്ട്, ഈ കന്നാലിക്ക് പോലെ മുഖം ഇങ്ങനെ വലിച്ചുള്ള രീതി അത് നമ്മൾ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല, എന്ത് കാരണത്തിലാണെങ്കിലും. അപ്പോൾ നിങ്ങൾ മുസ്ലിം തീവ്രവാദികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം, വളരെ ചെറിയ വിഭാഗം, നിങ്ങൾക്ക് ആളെ കൂട്ടാനും പണ്ടുണ്ടാക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്തിട്ട് ഈ സമുദായത്തെ വിറ്റ് ഈ സമുദായത്തെ മറ്റ് ഇതര സമുദായങ്ങളിടയിൽ കൊച്ചാക്കി കളയില്ലെന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഈ നമ്മുടെ ടീച്ചർമാരോടും പറയാണ്, നിങ്ങൾ ധരിക്കും പോലെ മോശമല്ല ഇസ്ലാം മതം. പക്ഷേ ബർണാഡ് ഷാ പറഞ്ഞ വാക്ക് പറഞ്ഞാൽ നിർത്താണ്. ബർണാഡ് ഷാ പറഞ്ഞ ഐ ലൈക്ക് ഇസ്ലാം ബട്ട് ഐ ഹേറ്റ് മുസ്ലിം. ഇസ്ലാം ഞാൻ ഇഷ്ടപ്പെടുന്നു, മുസ്ലിങ്ങൾ വെറുക്കുന്നു. കാരണം മുസ്ലിം നാമധാരികൾ കാട്ടിക്കൊടുത്ത പല വിക്രികളും ഇസ്ലാമികമല്ല. അതാണ് ഇസ്ലാം ഇന്ന് മാത കണ്ടുകൊണ്ട് ഇസ്ലാം മതത്തെ വിലയിരുത്തി കുറ്റപ്പെടുത്തുന്നത്. നിങ്ങളാണ് മണ്ടന്മാർ, ഇസ്ലാം മതം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്താൻ നിങ്ങൾക്ക് പോരാ. നന്ദി. ജയ് ഹിന്ദ്.